പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർത്ത് കൺസിഡറിംഗ് ആയിട്ടുള്ള ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് ഓഫ് ദ അമെന്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 15 നമുക്ക് ചുരുക്കി പറയാം. ഇതിൽ ഇന്നതാണ്. ഒന്ന്, റീനെയിമിംഗ് ആക്ട് ഓഫ് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട്. ഈ നിയമത്തിന് നമ്മൾ ഭേദഗതി ചെയ്യുമ്പോൾ അതിന്റെ പേര് തന്നെ മാറുകയാണ്. കാരണം ആ നിയമത്തിന്റെ സങ്കല്പം മാറുകയാണ്. വഖഫ് ആക്ട് ഓഫ് 1995 എന്നല്ല, ഇനി അങ്ങോട്ട് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നായിരിക്കും 2025 നിയമം അറിയപ്പെടുക. രണ്ട്, it clearly defines waqf as a waqf by any person practicing Islam at least for a period of 5 years and having ownership of such property. ഏറ്റവും സാമാന്യമായിട്ട് അന്നേ ഉണ്ടാവേണ്ടതായിരുന്നു. ഇപ്പോഴാണ് വരുന്നത് എന്താ, വഖഫ് ചെയ്യാൻ അധികാരം ആർക്കാണെന്നുള്ളത് നിജപ്പെടുത്തുകയാണ്. ഒന്ന്, 5 വർഷമായിട്ടെങ്കിലും ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് അധികാരപ്പെട്ട ഭൂമി മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് നമ്മൾ കൊണ്ടുവരുന്ന പ്രൊവിഷൻ. ഒരാളെ മതം മാറ്റിച്ച് വഖഫ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധ മതപരിവർത്തനത്തിലൂടെ വഖഫ് ചെയ്യിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അറ്റ്ലീസ്റ്റ് 5 വർഷമെങ്കിലും പ്രാക്ടീസിങ് ഇസ്ലാം ആയിരിക്കണം എന്ന വ്യവസ്ഥ വന്നിട്ടുള്ളത്. രണ്ട്, അയാൾക്ക് അർഹതപ്പെട്ട ഭൂമി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്. മൂന്ന്, ensuring that the creation of waqf alal awlad does not lead to the denial of inheritance rights to women. അതായത് സ്ത്രീകൾക്ക് സ്വത്തവകാശം നിഷേധിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ ആ വഖഫിൽ ഇൻവാലിഡേറ്റ് ചെയ്യാറുള്ളത്. സാധാരണഗതിയിൽ ഇപ്പോൾ റാമ്പന്റ് മിസ്യൂസ് ഓഫ് വഖഫ് എന്താ സംഭവിക്കുന്നത്, ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി അവർക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. സ്വാഭാവികമായിട്ട് സ്വത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിക്ക് എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. ആ പെൺകുട്ടിക്ക് സ്വത്ത് നിഷേധിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, പ്രോപ്പർട്ടി വഖഫ് ചെയ്യുന്നു. വഖഫ് കഴിഞ്ഞാൽ പിന്നെ ദൈവതമ്പരാൻ വന്നാലും നിവർത്തിയൊന്നുമില്ല. അപ്പോ ഒരു പെൺകുട്ടിക്ക് സ്വത്തവകാശം നിഷേധിക്കാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ വഖഫ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള വഖഫ് ഇൻവാലിഡ് ആണ് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രൊവിഷൻ. 4, ഒമിറ്റിംഗ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു വഖഫ് ബൈ യൂസർ. നേരത്തെ പറഞ്ഞ ഉപയോഗം കൊണ്ട് മുദ്രിക്കേണ്ട മൈതാനി വഖഫ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്ന വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രൊവിഷൻ പൂർണ്ണമായിട്ട് ഒമിറ്റ് ചെയ്യുകയാണ്. 5, പ്രൊവൈഡിംഗ് ദ ഫങ്ഷൻസ് ഓഫ് സർവേ കമ്മീഷണർ to the collector or any other officer not below the rank of deputy collector duty designated by the collector for survey of waqf property. അതായത് നിലവിൽ ഇപ്പൊ ആരാണ് ഈ പ്രോപ്പർട്ടിയൊക്കെ സർവേ ചെയ്യുന്നത്, നിലവിൽ ഇപ്പൊ വഖഫ് പ്രോപ്പർട്ടി സർവേ ചെയ്യുന്നത് വഖഫ് ബോർഡ് തന്നെ നിയമിക്കുന്ന സർവേ കമ്മീഷണർ എന്ന് പറയുന്ന ഒരാളാണ്. സർവേ കമ്മീഷൻ സ്വാഭാവികമായിട്ടും ഒരു പക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. അതിനൊരു നീതിയുക്തത ഉണ്ടാവില്ല എന്നുള്ള ആരോപണം എത്രയോ കാലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് സർവേ കമ്മീഷന്റെ ഉത്തരവാദിത്വം ഇനി ആർക്കായിരിക്കും, ഡിസ്ട്രിക്ട് കളക്ടർക്കായിരിക്കും. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫാണെന്ന് വാദം വന്നാൽ അതുമായി ബന്ധപ്പെട്ട സർവേ പൂർത്തീകരിക്കേണ്ടത് ഡിസ്ട്രിക്ട് കളക്ടറോ ഡിസ്ട്രിക്ട് കളക്ടർ നിയമിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ റാങ്കിൽ താഴെ അല്ലാത്ത ഉദ്യോഗസ്ഥനോ ആയിരിക്കണം എന്നുള്ളതാണ് 5ാമത്തെ പ്രധാനപ്പെട്ട ഭേദഗതി. 6, പ്രൊവൈഡിംഗ് ഫോർ എ ബ്രോഡ് ബേസ്ഡ് കമ്പോസിഷൻ ഓഫ് ദ സെൻട്രൽ വഖഫ് കൗൺസിൽ ആൻഡ് ദ സ്റ്റേറ്റ് വഖഫ് ബോർഡ്സ് ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ദ റെപ്രസെന്റേഷൻ ഓഫ് മുസ്ലിം വിമൻ ആൻഡ് നോൺ മുസ്ലിംസ്. അപ്പോ വഖഫ് ബോർഡിന്റെ സ്വഭാവത്തെ കുറെ കൂടി പ്രാതിനിധ്യാത്മകമാക്കിക്കൊണ്ട് അതിൽ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം, പ്രത്യേകിച്ച് മുസ്ലിം വനിതകളുടെ പ്രാതിനിധ്യം, മുസ്ലിം വനിതകൾക്ക് സ്വത്ത് നിഷേധിക്കാനല്ലാതെ മുസ്ലിം വനിതകളുടെ സ്വത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ കാണുന്നില്ല. അപ്പൊ അവരെ കൂടി ഉൾപ്പെടുത്തണം. 2, നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരെ കൂടി വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അത് വളരെ രസകരമായിട്ടൊരു നിർദ്ദേശമാണ്. പലപ്പോഴും ആ നിർദ്ദേശമൊക്കെയാണ് വലിയ വിമർശനത്തിന് വഴിവെച്ച് നിങ്ങൾ ദേവസ്വം ബോർഡ് നാളെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ വെക്കോ എന്നൊക്കെ ചില ആൾക്കാർ ചോദ്യം നേടും. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ കാര്യം മാത്രമല്ല, വഖഫ് ബോർഡ് കൈകാര്യം ചെയ്ത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും വസ്തുവിന്റെ കാര്യമാണ്. നാളെ നിങ്ങളുടെ ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലേ തീരുമാനിക്കേണ്ട അധികാരവും വഖഫ് ബോർഡിനുണ്ട്. അപ്പൊ രാജ്യത്തെ ഏത് ഭൂമിയുടെ സ്വഭാവവും നിശ്ചയിക്കാൻ അധികാരമുള്ള സംവിധാനം എങ്ങനെയാണ് ഒരു എക്സ്ക്ലൂസീവ് മുസ്ലിം ബോഡി ആവുന്നത്? ഇതുമായിട്ട് യാതൊരു താരതമ്യമുള്ള സാധനമല്ല ദേവസ്വം ബോർഡ്. കാരണം എന്താ, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് 100% റിലീജിയസ് ബോഡിയാണ്. ഒരു മതപരമായിട്ട് ഡ്യൂട്ടിയാണ് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തത്. ദേവസ്വം ബോർഡ് പറയുന്നത് ക്ഷേത്രങ്ങളുടെ നിത്യപൂജയും നിത്യനിദാനങ്ങളും അടക്കമുള്ള ഭരണ നിയന്ത്രണ കാര്യങ്ങളാണ് ചെയ്യുന്നത്. വഖഫ് ബോർഡ് ഒരു റിലീജിയസ് ഫംഗ്ഷനും ചെയ്യുന്നില്ല. വഖഫ് ബോർഡിന് മതപരമായിട്ടുള്ള യാതൊരു ഉത്തരവാദിത്തവും നിർവഹിക്കാനില്ല. മുസ്ലിങ്ങളുടെ നോമ്പ്, നമസ്കാരം, നിസ്കാരം, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി ഒരു കാര്യം വഖഫ് ബോർഡ് ചെയ്യുന്നില്ല. വഖഫ് ബോർഡ് ചെയ്യുന്നത് മാനേജ്മെന്റ് ഓഫ് പ്രോപ്പർട്ടിയാണ്, വിച്ച് ഇസ് എ സെക്യുലർ ഫംഗ്ഷൻ. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സെക്യുലർ നിയമങ്ങളാണ്. ഖത്തറിൽ എന്താണ് റിലീജിയോ അഗ്നോസ്റ്റിക് നിയമങ്ങളുടെ കീഴിലാണ്, ഫൗണ്ടേഷൻസ് ആക്ട് ആണ് വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. സൗദിയിൽ ജനറൽ കൗൺസിൽ ഫോർ വഖഫ് എന്ന് പറയുന്ന മൈനോറിറ്റി റെപ്രസെന്റേഷൻ പോലുള്ള ഒരു ബോഡിയാണ് വഖഫ് പ്രോപ്പർട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ തുർക്കി, ഖത്തറിൽ എന്താണ്
എൻഡോമെന്റ്സ്, മിനിസ്ട്രി ഓഫ് എൻഡോമെന്റ്സ് കീഴിലാണ്. അതായത് രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള വികസനത്തിന് വേണ്ടി ഈ വഖഫ് ഭൂമി എങ്ങനെ ഉപയോഗിക്കാം, ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് രജിസ്ട്രേച്ചർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ രജിസ്ട്രേച്ചർ പറയുന്നുണ്ട് എന്താ 1.2 ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന വഖഫ് പ്രോപ്പർട്ടി എന്നുള്ള ആകെ വാർഷിക വരുമാനം, ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 16 കോടി രൂപ മാത്രമാണ്. ഒരാൾക്ക് ഉപകാരമില്ലാണ്ട്, ഒരു മനുഷ്യനും ഇല്ലാണ്ട് ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയി കിടക്കുകയാണ് ഈ ഭൂമി. 10% റിട്ടേൺസ് ഇതിൽ നിന്ന് ഉറപ്പുവരുത്താൻ കഴിയാതെ വന്നാൽ ഇത് നാഷണൽ വേസ്റ്റേജ് ആയി പരിഗണിക്കണം എന്ന് രജിസ്ട്രേഷൻ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട്. 2020 കണക്ക് പ്രകാരം ഈ 1.2 ലക്ഷം കോടി രൂപ മൂല്യമുള്ള വഖഫ് പ്രോപ്പർട്ടി എന്നുള്ള ആനുവൽ റിട്ടേൺ 20 crore rupees-ആണ്. 0.0001% ആർക്കും ഉപകാരമില്ലാണ്ട് സാധാരണ മുസ്ലിം സമൂഹത്തിന് എന്തോ വലിയ സഹായം ചെയ്യുന്ന കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് യാതൊരു ഇല്ല. മുസ്ലിങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ സഫറേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വഖഫ് ട്രൈബ്യൂണലിന്റെ കീഴില് മുന്നിൽ ഏതാണ്ട് 49,000 കേസസ് വഖഫുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. ഇത് 40,000 കേസുകൾ ഫയൽ ചെയ്തിരിക്കുന്ന മുസ്ലിംസ് തന്നെയാണ്. കാരണം അവർക്ക് കിട്ടേണ്ട, അവരനുഭവിക്കേണ്ട സ്വത്താണ്. ഇവർക്കിടയിൽ സ്വത്ത് തർക്കം ഉണ്ടാവുമ്പോഴോ, ഇവർക്കിടയിൽ ആരെങ്കിലും വല്ല വിരോധം ഉണ്ടാവുമ്പോഴോ നാളെ വഖഫോട് കത്തയച്ചാൽ മതി. വഖഫോടിന് ഇവര് പൂർവികന്മാരുടെ കാലത്തെ ഭൂമി ഇവർ അനുഭവിക്കേണ്ട സെന്റിന് കോടികൾ മൂല്യം വരുന്ന ഭൂമി ആർക്കും ഉപകാരമില്ലാണ്ട് ഏക്കർ കണക്കിന് ഭൂമിയിൽ വെറുതെ കിടക്കണം. അപ്പൊ ഒരാൾക്കും ഉപകാരം ഉണ്ടാവുന്നില്ല. അപ്പൊ അതിന്റെ ഒരു എന്താണ് ഇത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പെശകായി കിടക്കുകയാണ്. അപ്പൊ എന്തായാലും അതില് മുസ്ലിങ്ങളുടെ മാത്രം ഭൂമിയല്ല, എല്ലാ മനുഷ്യരുടെയും ഭൂമിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തിൽ നോൺ മുസ്ലിംസ് ആയിട്ട് ആളുകളുടെ റെപ്രസെന്റേഷൻ കൂടി വേണം. 7 പ്രൊവൈഡിംഗ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെപ്പറേറ്റ് ബോർഡ് ഫോർ ബോറാസ് ആൻഡ് ആഗാഖാനീസ്. ഇസ്ലാം സമൂഹത്തിൽ തന്നെ താരതമ്യേന ദുർബല വിഭാഗങ്ങളായിട്ടുള്ള, അശക്ത വിഭാഗങ്ങളായിട്ടുള്ള, പ്രാതിനിധ്യം കുറവുള്ള വിഭാഗങ്ങളായിട്ടുള്ള ബോറകൾക്ക്, ആഗാഖാനികൾക്ക് ഇവർക്കെല്ലാം പ്രാതിനിധ്യം കൊടുക്കുകയോ ഇവർക്ക് വേണ്ടി പ്രത്യേക വഖഫ് സ്ഥാപിക്കുകയോ ചെയ്യും. ഇപ്പൊ നിലവിൽ 2 വഖഫുകളേ ഉള്ളൂ, ഒന്ന് സുന്നി വഖഫ്, ഒന്ന് ഷിയ വഖഫ് മാത്രമേ ഉള്ളൂ. ഇതിന് പുറമെ ആഗാഖാനികൾക്ക്, ബോറകൾക്കെല്ലാം പ്രത്യേക വഖഫ് സ്ഥാപിക്കാവുന്നതാണ്. 8 പ്രൊവൈഡിംഗ് ഫോർ റെപ്രസെന്റേഷൻ ഓഫ് ഷിയ, സുന്നി, ബോറ, ആഗാഖാനി ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ്. ഇവരുടെ എല്ലാ പ്രാതിനിധ്യം സുന്നി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഷിയ, ബോറ, ആഗാഖാനി ഇവരൊക്കെ ഉണ്ട്. ഇതിൽ പലരുടെയും സാമൂഹിക അവസ്ഥ വളരെ മോശമാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, അഹമ്മദിയ മുസ്ലിംസിന് മുസ്ലിംസ് ആയിട്ട് കണക്കാക്കുന്നില്ല. 2013 ആന്ധ്രാപ്രദേശ് വഖഫ് ബോർഡ് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരുന്നു, അഹമ്മദിയാസ് ആർ നോൺ മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ അഹമ്മദിയ കമ്മ്യൂണിറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പറഞ്ഞു അങ്ങോട്ട് ഒരാൾ മുസ്ലിമാണോ അല്ലേ തീരുമാനിക്കാൻ അധികാരം ഈ വഖഫ് ബോർഡില്ല. ഓൺലി ബോഡി ഫോർ മാനേജ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി. വസ്തുവിന്റെ മേൽനോട്ടം നടത്തുന്ന ഒരു ബോഡിയാണ്. ഒരാളുടെ റിലീജിയസ് ഡെസിഗ്നേഷൻ എന്താണ്, അയാളുടെ മതപരമായിട്ടുള്ള സ്വത്ത് എന്താ തീരുമാനിക്കാൻ ഇവർക്ക് എന്താ അധികാരം? അതുകൊണ്ട് ഇവരത് പറയുന്നത് ശരിയല്ല, നോട്ടിഫിക്കേഷൻ അസാധു എന്ന് പറഞ്ഞു. ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് തൊട്ടടുത്ത വർഷം ആന്ധ്രാപ്രദേശ് വഖഫ് ബോർഡ് ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഇറക്കി. എന്താ ഇവര് നോൺ മുസ്ലിംസ് ആണെന്ന് പറഞ്ഞത് കാഫിർ കൂടിയാണെന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് അഹമ്മദിയ സമൂഹത്തോട്. നിങ്ങൾക്കറിയില്ലേ, പാകിസ്ഥാനിൽ നിന്നൊരു മുസ്ലിം നോബൽ ലോററ്റ് ഉണ്ട്, അബ്ദുൾ സമദ്. പാകിസ്ഥാനിൽ നിന്ന് ശാസ്ത്രത്തിന് നോബൽ കിട്ടിയിട്ടുള്ള ആദ്യ മനുഷ്യനാണ്. ഒരു ഇസ്ലാമിക ലോകത്ത് നിന്ന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള 2ാമത്തെ മനുഷ്യനാണ് അബ്ദുൾ സമദ്. അദ്ദേഹത്തിന്റെ ടോംബിന് മുകളിൽ, ഫിസിക്സിലാണ് അദ്ദേഹത്തിന് നോബൽ കിട്ടിയത്, അദ്ദേഹത്തിന്റെ ടോംബിന് മുകളിൽ ഫസ്റ്റ് മുസ്ലിം നോബൽ ലോററ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾ എന്താ ചെയ്തറിയോ, ഇദ്ദേഹത്തിന്റെ ടോംബ് ഡിസക്രേറ്റ് ചെയ്തിട്ട് അതിൽ മുസ്ലിം എന്നുള്ള വാക്ക് ചുരണ്ടി കളഞ്ഞു. അതായത് നോബൽ പോയാലും കുഴപ്പമില്ല, അഹമ്മദികളെ ഞങ്ങൾ മുസ്ലിമായിട്ട് അംഗീകരിക്കില്ല. അയാളുടെ കയ്യിലെടുത്ത് നോബലാണെങ്കിൽ സാരമൊന്നുമില്ല, ഇയാളെ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിലപാടുകൾ അഹമ്മദികളോട് നമ്മൾ പുലർത്തുന്നത്. ഷിയാക്കളോടുള്ള നിലപാടെന്താ, ബോയറോട്, ആഖാഖാനികളോട്, കച്ചികളോട്, ഇവരുടെ എല്ലാം വസ്തു നിങ്ങൾ കൈവശം വെക്കുന്നുണ്ട്. ഇവരെല്ലാം വഖഫ് ചെയ്ത പ്രോപ്പർട്ടി നിങ്ങൾ കൈവശം വെക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അതിന് പ്രാതിനിധ്യം ഇല്ല എന്ന് പറയുന്നത് ഒരു ശരിയായിട്ട് ഏർപ്പാടല്ല. അതുകൊണ്ട് ഇവരുടെ എല്ലാ പ്രാതിനിധ്യം വഖഫ് ബോർഡുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് അടുത്തത്. 9ാമത്തെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, സ്ട്രീംലൈനിങ് ദ മാനർ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് വഖഫ് ത്രൂ എ സെൻട്രൽ പോർട്ടൽ ആൻഡ് ഡാറ്റാബേസ്. ഇതാണ് വിഷമം. ഇതിന്റെ മുകളിലാണ് ഈ കലവില മുഴുവൻ. ബാക്കിയുള്ളതൊക്കെ അലങ്കാരത്തിലെ പറയുന്നതേ. അതായത് വഖഫ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ പോർട്ടൽ ഉണ്ടാവും. ആ സെൻട്രൽ പോർട്ടലിലൂടെ മാത്രമേ നിങ്ങൾക്ക് വഖഫ് രജിസ്ട്രേഷൻ നടത്താൻ പറ്റൂ. അല്ലാണ്ട് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ, വഖഫ് ചെയ്തതായി കേട്ടിട്ടുണ്ട് എന്ന് പോരാ. രേഖകളില്ലാത്ത വഖഫ് വഖഫ് ആയിരിക്കില്ല, എവിഡൻസ് ഇല്ലാത്ത വഖഫ് വഖഫ് ആയിരിക്കില്ല. വഖഫ് ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ ഷുഡ് ബി ഡൺ ത്രൂ എ സെൻട്രൽ പോർട്ടൽ ആൻഡ് ഡീറ്റെയിൽസ് വിൽ ബി സ്റ്റോർഡ് ഇൻ എ സെൻട്രൽ ഡാറ്റാബേസ്. ഒരു സെൻട്രൽ ഡാറ്റാബേസിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂക്ഷിക്കും. അതിലുള്ളതേ വഖഫ് ആവുള്ളൂ, അതിലില്ലാത്തത് വഖഫാവില്ല എന്നുള്ളതാണ്. അപ്പോൾ വഖഫിന്റെ സ്വഭാവം കൊണ്ടുവരികയാണ്. 10 പ്രൊവൈഡിംഗ് ഫോർ ഡീറ്റെയിൽ പ്രൊസീജിയർ ഫോർ മ്യൂട്ടേഷൻ ഓഫ് റവന്യൂ ലോസ്
with due notice to the concerned parties before recording any property as വക property. നേരത്തെ പറഞ്ഞ പോലെ റവന്യൂ രേഖകൾ ഏകപക്ഷീയമായിട്ട് മാറ്റം വരുത്തുന്ന പ്രവണതയ്ക്ക് അവസാനം കുറിക്കുകയാണ്. ഏതെങ്കിലും റവന്യൂ രേഖയിൽ മ്യൂട്ടേഷൻ വരുത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രണ്ട് കക്ഷികളെയും വിളിച്ചു വരുത്തി രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ റവന്യൂ രേഖകളിൽ മ്യൂട്ടേഷൻ വരുത്താൻ പാടുള്ളൂ. അതുകൊണ്ട് വഖഫ് ബോർഡിന് മാത്രം ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ സിഇഒയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ രേഖകളിൽ മ്യൂട്ടേഷൻ വരുത്താൻ പാടില്ലാത്തതാണ് 10ാമത്തെ പ്രധാനപ്പെട്ട ഭേദഗതി. 11 ഒമിറ്റിംഗ് സെക്ഷൻ 40 റിലേറ്റിംഗ് ടു ദ പവേഴ്സ് ഓഫ് ദ ബോർഡ് ടു ഡിസൈഡ് ഇഫ് പ്രോപ്പർട്ടീസ് വഖഫ് ഓർ നോട്ട്. ഒരു ഭൂമി വഖഫാണോ അല്ലേ തീരുമാനിക്കാൻ വഖഫ് ബോർഡിന് അധികാരം കൊടുത്തുകൊണ്ടുള്ള സെക്ഷൻ 40 ആ 40 സ്ട്രൈക്ക് ഡൗൺ ചെയ്യണം. പ്രോപ്പർട്ടി ആ ഒരു പ്രൊവിഷൻ ഇനി മുതൽ നിയമത്തിൽ ഉണ്ടാവില്ല. 12 ഡിക്രീസിംഗ് ആനുവൽ കോൺട്രിബ്യൂഷൻ ഫ്രം 7 to 5%. ഇപ്പോൾ ഓരോ വഖഫ് ബോർഡുകളും വഖഫ് കൗൺസിലിന് കൊടുക്കുന്ന ഒരു ആനുവലായിട്ട് ഷെയർ ഉണ്ട്. ആ ഷെയർ 7% നിന്ന് 5% കുറയ്ക്കുന്നുണ്ട്. 13 പ്രൊവൈഡിംഗ് ഫോർ ഫയലിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് വഖഫ് ബൈ മുത്തവല്ലീസ് ടു ദ ബോർഡ് ത്രൂ എ സെൻട്രൽ പോർട്ടൽ ഫോർ ബെറ്റർ കൺട്രോൾ ഓവർ ദ ആക്ടിവിറ്റീസ്. ഈ മുത്തവല്ലികൾ കണക്ക് ബോധിപ്പിക്കുന്നത് ഈ വഖഫ് ബോർഡിന്റെ വരുമാനം എത്രയാണ്, ഈ വഖഫ് പ്രോപ്പർട്ടികളുടെ ആദായം എത്രയാണ്, ഇതെല്ലാം ഇനി വാർഷികമായിട്ടുള്ള എന്തുണ്ടാവും, ഓഡിറ്റിംഗ് ഉണ്ടാവും, ആനുവൽ ഓഡിറ്റ് ഉണ്ടാവും. ഓഡിറ്റിലുള്ള വഖഫിന്റെ കൃത്യമായിട്ടുള്ള ആദായം, വാർഷികമായിട്ട് ആദായം കണക്കെടുക്കും. ഈ കണക്കുകൾ ഇനി ബോധിപ്പിക്കണമെങ്കിൽ അതിന് മറ്റൊരു സെൻട്രൽ പോർട്ടൽ ഉണ്ട്. ആ സെൻട്രൽ പോർട്ടലിലൂടെ മാത്രമേ പറയുമ്പോൾ ഈ വഖഫിന്റെ കാര്യത്തിൽ ഈ തല്ലിടുന്ന ആൾക്കാർ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സ്കാം വഖഫുമായി ബന്ധപ്പെട്ട സ്കാമാണ്. 2 ലക്ഷം കോടി രൂപ കർണാടക വഖഫ് സ്കാം കേട്ടിട്ടുണ്ടാവും. അതായത് ലക്ഷക്കണക്കിന് കോടി രൂപ മൂല്യം വരുന്ന വഖഫ് പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട ആളുകൾക്ക് 50%, 25% പാട്ടത്തിന് കൊടുക്കുകയും ലീസിന് കൊടുക്കുകയും വിൽക്കുകയും ചെയ്തിട്ട് അൻവർ ബാലിപ്പാടി കമ്മീഷൻ റിപ്പോർട്ട് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് അൻവർ ബാലിപ്പാടിയാണ് അത് അന്വേഷിച്ചത്. 2 ലക്ഷം കോടി രൂപയുടെ സ്കാമാണ് കർണാടക വഖഫ് സ്കാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ സ്കാമുകൾ ഒഴിവാക്കാൻ കൃത്യമായിട്ട് കണക്കെടുക്കലും ആ കണക്ക് ബോധിപ്പിക്കാൻ ഒരു സെൻട്രൽ പോർട്ടൽ കൊണ്ടുവരുന്നു. അപ്പൊ വഖഫിന്റെ കണക്കുകൾക്ക് കൃത്യത വരുന്നു എന്നുള്ളതാണ്. 14 reforming the tribunal structure with 2 members and providing for appeals against the orders of tribunal to the High Court within a period of 90 days. ഇത് പ്രധാനമായ മറ്റൊരു നിർദ്ദേശമാണ്. എന്ത്, ഈ 3 അംഗ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന സംവിധാനം ഇല്ലാണ്ടാക്കുകയാണ്. 2 അംഗം വന്നു. നിങ്ങളൊരു ഇതാണ് ജില്ലാ ജഡ്ജികളാകിയുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറെ ഗവൺമെന്റ് സെക്രട്ടറി റാങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വെച്ചില്ലേ, അത് മതി. പണ്ഡിതന്റെ ആവശ്യം സർക്കാരില്ല. അതുകൊണ്ട് 2 അംഗങ്ങളുള്ള ഒരു ട്രൈബ്യൂണൽ സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്. അതുപോലെ ഈ ട്രൈബ്യൂണലിന്റെ കൽപ്പനയ്ക്കെതിരെ 90 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അപ്പീൽ അധികാരം ഉണ്ടായിരുന്നു. നിലവിലെ പ്രൊഫഷണൽ അപ്പീൽ ഇല്ലല്ലോ. അപ്പോൾ ഹൈക്കോടതിയെ കൂടി പിക്ചറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സുപ്രീം കോടതി നേരത്തെ തന്നെ സ്വയമേവ ഞങ്ങൾക്ക് പ്രൊഫഷണൽ അധികാരം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ 15ാമത്തെ അവസാനത്തെയുമായിട്ടുള്ള നിർദ്ദേശം ഒമിഷൻ ഓഫ് സെക്ഷൻ 107 so as to make the Limitation Act of 1963 applicable to any action under the Act, and omission of section 108 and 108A relating to special provisions of evacuee properties and Act to have overriding effect. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ 107, 108, 108A ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ല, ഇവാക്വി പ്രോപ്പർട്ടിക്ക് ഇത് ബാധകമല്ല, അതേപോലെ തന്നെ ഓവർ റൈഡിംഗ് എഫക്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വഖഫ് നിയമത്തിൽ മറ്റെല്ലാ നിയമങ്ങൾക്കും മേലെ അനിയന്ത്രിതമായിട്ടുള്ള മേധാവിത്വം കൊടുക്കുന്ന എല്ലാ പ്രൊവിഷനുകളും ഒമിറ്റ് ചെയ്യാണ്. സെക്ഷൻ 107 ഒമിറ്റ് ചെയ്യും, സെക്ഷൻ 108 ഒമിറ്റ് ചെയ്യും, സെക്ഷൻ 108A ഒമിറ്റ് ചെയ്യും. അപ്പോൾ കുറെ കാലം വേണ്ടി വഖഫ് നിയമത്തിനെതിരെയുള്ള വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങൾക്കെല്ലാം ശാശ്വതമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാരം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ വഖഫ് ഭേദഗതി നിയമങ്ങൾ പാർലമെന്റിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ നിയമങ്ങൾ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, ജഗദമ്പ പാൽ അധ്യക്ഷനായിരുന്ന 31 അംഗങ്ങളുള്ള ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലായിരുന്നു. വളരെ വിശദമായിട്ടുള്ള കൺസൾട്ടേഷൻസ് അവർ നടത്തി. ഏതാണ്ട് 93 ലക്ഷം സജഷൻസ് ആണ് വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നിൽ വന്നത്. 156 സംഘടനകളുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചകൾ നടത്തി. ഇതിന്റെ എല്ലാം അവസാനം എല്ലാ പക്ഷത്തുള്ള ആൾക്കാരെയും കേട്ട് ഇവിടെ മുനമ്പത്ത് വന്നിരുന്നപ്പോൾ ഞാൻ പോയിരുന്നു. മുനമ്പത്ത് അവിടെ ഹിയറിംഗ് വന്ന സമയത്ത് എല്ലാ ഭാഗത്തുള്ള ആൾക്കാരെയും കേട്ടതിന് ശേഷം വളരെ കോംപ്രഹെൻസീവായി വോട്ടെടുപ്പിലൂടെ 11-നെതിരെ 15 വോട്ടുകൾക്കാണ്. ഇതിലുള്ള 11 അംഗങ്ങൾ എതിർക്കുകയും 15 അംഗങ്ങൾ അനുകൂലിക്കുകയും ചെയ്ത് 11-നെതിരെ 15 വോട്ടുകൾക്കാണ് ഈ റെക്കമെൻഡേഷൻസ് പാസ്സായത്. അത് ഈ 13-ാം തീയതി ബഹുമാനപ്പെട്ട പാർലമെന്റിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. രാജ്യസഭ അതിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. ബജറ്റ് സെഷന്റെ അവസാന ദിവസത്തിൽ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയോ കാലമായിട്ട് ഈ രാജ്യത്ത് നിൽക്കുന്ന വലിയൊരു അനീതി പരിഹരിക്കുന്ന ഏറ്റവും അനിവാര്യമായ, ഏറ്റവും ആവശ്യമായ, ഏറ്റവും നീതിയുക്ത